എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും കാര്യം പിടികിട്ടി കാണും. ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കണവർ സർവീസ് സഹകരണ ബാങ്കിൽ 35 വർഷത്തെ സേവനത്തിന് ശേഷം അമ്മ വിരമിക്കുകയാണ്. അപ്പോൾ ആ ദിവസത്തെ, അതായത് അമ്മയുടെ റിട്ടയർമെൻറ്റ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. 35 വർഷത്തിൽ 12 വർഷക്കാലത്തോളം അമ്മ അവിടെ സെക്രട്ടറിയുടെ ചുമതലയാണ് കേട്ടോ വഹിച്ചിട്ടുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ 12 വർഷക്കാലത്തോളം ഒക്കെ ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി സ്ഥാനം വഹിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യമാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബാങ്കിൻ്റെ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ നിന്ന് ഇപ്പോൾ വിരമിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ തസ്തികയായ ഒരു സെക്രട്ടറിയുടെ ചുമതല വഹിക്കുക എന്നുള്ളത് അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളിയാവാനും അമ്മക്ക് സാധിച്ചിട്ടുണ്ട്. അമ്മയുടെ ജീവിതത്തിൽ വീട്ടിലേക്കാൾ കൂടുതൽ സമയം ചെലവിട്ടിരിക്കുന്നതും ബാങ്കിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ റിട്ടയർമെൻറ്റ് ഡേയിലെ വീഡിയോസ് തീർച്ചയായിട്ടും അത് ഷൂട്ട് ചെയ്ത് വെക്കണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. റിട്ടയർമെൻറ്റ് ഡേയിലെ രാവിലെ തന്നെ അമ്മ ബാങ്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഒഫീഷ്യൽ ലൈഫിൻ്റെ എല്ലാ ചുമതലകളും അങ്ങനെ ഈ ഒരു ദിവസത്തോടു കൂടി അവസാനിക്കുന്നതാണ്. അമ്മയുടെ അവിടുത്തെ സഹപ്രവർത്തകരും ബാങ്ക് ഭരണസമിതി അംഗങ്ങളൊക്കെ കൂടി വൈകുന്നേരം അമ്മേനെ വീട്ടിലേക്ക് യാത്ര അയക്കുന്നൊരു ചടങ്ങുണ്ട്. അങ്ങനെയാണല്ലോ സാധാരണ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് റിട്ടയർഡ് ആകുമ്പോൾ അത് സാധാരണ ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമോയെന്ന് അമ്മമ്മയാണ് കേട്ടോ അമ്മേനെ അകത്തേക്ക് ഇങ്ങനെ കൈപിടിച്ച് കയറ്റുന്നത്. അമ്മയുടെ സഹപ്രവർത്തകർക്കും ഞങ്ങളുടെ അടുത്ത കുറച്ച് റിലേറ്റീവ്സും പിന്നെ അതുപോലെ ഞങ്ങളുടെ അയൽക്കാരും ഒക്കെയാണ് വൈകുന്നേരം വീട്ടിലുണ്ടായത്. ചെറിയൊരു ടീ പാർട്ടി ഞങ്ങൾ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേ ദിവസം തന്നെ. സെയിം ഡേ തന്നെ ഞങ്ങൾ വലിയൊരു റിട്ടയർമെൻറ്റ് ഫങ്ഷൻ, ഒരു പാർട്ടി കണ്ണവരം ബാങ്കിൻ്റെ മിനി ഓഡിറ്റോറിയത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വേഗം റെഡിയായിട്ട് അവിടത്തേക്ക് പോയി. ഒരു 5:30 മുതൽ ഞങ്ങൾ റിട്ടയർമെൻറ്റ് പാർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സഹകരണ ബാങ്കുകൾക്ക് അവിടുത്തെ ജനങ്ങളുമായിട്ട് എത്രത്തോളം ബന്ധം ഉണ്ടാവുമെന്ന് നമുക്കെല്ലാം ഊഹിക്കാവുന്നൊരു കാര്യമാണ്. വളരെ ജനകീയമായി ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിച്ചൊരു വ്യക്തിക്ക് അവിടുത്തെ ജനങ്ങളോട് എത്രത്തോളം ആത്മബന്ധം ഉണ്ടാകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതിലൂടെ തന്നെ നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് സൗഹൃദങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ഫംഗ്ഷൻ വെക്കുമ്പോൾ തന്നെ ഞങ്ങൾ നന്നേ ബുദ്ധിമുട്ടിയിരുന്നു. ആരെയും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഒരു നാട് മുഴുവൻ അമ്മയുടെ സൗഹൃദ വലയത്തിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായത്. വളരെ വൈകാരികമായിട്ട് പലരും അമ്മയെ കെട്ടിപ്പുണരുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ എങ്ങനെ ആ ഒരു ദിവസം തരണം ചെയ്തതെന്ന് ഇപ്പോൾ ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. അമ്മയുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടായത് 2023 ജനുവരിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞു അമ്മ റിട്ടയർഡായിട്ട്. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അമ്മക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ അത് കാണാൻ പറ്റുമല്ലോ. ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളൊക്കെ വിചാരിച്ചതിലും എത്രയോ ഇരട്ടി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ഫംഗ്ഷന്. പക്ഷേ നല്ല രീതിയിൽ അത് അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ണവരം ബാങ്കും അമ്മയുടെ സഹപ്രവർത്തകരും ഒക്കെ ഞങ്ങളുടെ കുടുംബം പോലെ കഴിഞ്ഞ ആൾക്കാരാണ് കേട്ടോ. ഇപ്പോഴും ആ ഒരു സ്നേഹവും അടുപ്പവും നിലനിന്ന് പോകുന്നുണ്ട്. ഇനിയുള്ള ജീവിതത്തിലും ഇതുപോലെ തന്നെ തൻ്റെ കർമ്മപഥത്തിൽ ശോഭിക്കാനും പടർന്നു പന്തലിക്കാനും അമ്മക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.